ഇന്ന് സൺഡേ ആണ്. നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഇതാ മക്കളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളതാ മുറ്റത്ത് നമ്മളെ വണ്ടി നമ്മളെ കാത്തിരിപ്പുണ്ട്. നല്ല മഴയാണ് കേട്ടോ. മുറ്റത്ത് നല്ല വഴുക്കലുണ്ട്. ഇതാ മമ്മീൻ്റെ നടത്തം കണ്ട മെല്ലെ ശ്രദ്ധിച്ചേ നടക്കുന്നുള്ള മുറ്റത്തുനിന്ന്. അപ്പോൾ വണ്ടി കയറി. പിന്നെ മക്കളെ സ്ഥിരം പരിപാടി പാട്ട് പാടലും പരിപാടിയിലാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മളെത്തിയത് ഇതാ കണ്ണൂർ സെക്യൂർ മാള്. കുറേ ആയി നമ്മളിങ്ങോട്ടേക്ക് വരാത്ത, ഏതാണ്ട് ഒരു മാസത്തിൽ മുകളിലായിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരാത്ത. അപ്പം മക്കൾക്ക് നല്ല നിർബന്ധമുണ്ട് ഇങ്ങോട്ടേക്ക് വരണമെന്ന്. വേറൊന്നുമല്ല, ഇതിൻ്റെ മുകളിൽ കളിക്കാൻ കുറേ കാര്യമുണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റ് കയറിയ കുട്ടികൾക്ക് പെൻസില്, ബുക്ക് അങ്ങനെയുള്ള ഇവരെ പരിപാടി സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള അവസരം കൂടിയാണ്. എനിക്ക് അച്ചുകൊണ്ട് ചെറിയ എന്തോ ഒരു സങ്കടമുണ്ട് കേട്ടോ. ഏച്ചി അത് ആശ്വസിപ്പിച്ച് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കയറി നോക്കിയാട്ടെ, നമ്മളെ നാട്ടിൽ കിട്ടാത്ത ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ വാങ്ങലുണ്ട്. കാരണം ഇത് നാട്ടിൽ കിട്ടലില്ല. എന്തായാലും നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റ് നോക്കിയാൽ ഫുൾ കളർഫുള്ളാണ് കേട്ടോ. കയറിയിട്ട് അധിക സാധനമൊന്നും വാങ്ങണ്ട. ഇത് കണ്ടോണ്ടിങ്ങനെ നടക്കാൻ തന്നെ ഒരു സുഖമാണ്. അറിയാണ്ട് സമയം അങ്ങ് പോയിക്കോളും. നോക്കിയാട്ടെ, ഫ്രൂട്ട്സും പച്ചക്കറികളെല്ലാം നിരത്തി വെച്ചിട്ടുള്ള ഒരു സ്റ്റൈൽ കണ്ട അടിപൊളിയല്ലേ. അപ്പോൾ ഇതാ കുറച്ച് സാധനം മമ്മി വാങ്ങിയിട്ടുണ്ട്. ഇനി അത് ബില്ലാക്കണം. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ നോക്കിയട്ടെ, ഒരുപാട് ബേക്കറി ഐറ്റംസ്, ചിക്കൻ്റെ ഐറ്റംസ്, ഫിഷ്, അങ്ങനെയൊന്നും പറയണ്ട, ഗംഭീരമാണ് കേട്ടോ. കാണാൻ തന്നെ ഒരുപാടുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ മധുരം അധികം വാങ്ങലില്ല. പക്ഷേ ഇതെല്ലാം കണ്ടോണ്ട് പോകുമ്പോൾ ഒരു സുഖം തന്നെയാണ്. നോക്കിയാട്ടെ, ബർഗർ, സാൻഡ്വിച്ച്, വെറൈറ്റി പല വിധത്തിലുള്ള സാധനങ്ങളും ദാ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് ഒരൊന്നൊന്നര സൂപ്പർ മാർക്കറ്റാണ്. നമ്മൾ ഇതുപോലെ വല്ലപ്പോഴും ഇങ്ങോട്ടേക്ക് ഇറങ്ങലുണ്ട്. നമ്മൾ സാധനമെല്ലാം കൂടുതൽ വാങ്ങുന്നില്ലല്ല, നമ്മളെ നാട്ടിൽ തന്നെയാണ്. പിന്നെ ഇന്നിങ്ങോട്ടേക്ക് വരാനുള്ള വേറൊരു കാരണം കൂടി ഉണ്ടെന്നറിയാം. സ്കൂൾ തുറക്കാൻ പോകുന്നു. അപ്പോൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടെന്നാണ് നമ്മളെ മക്കൾ പറഞ്ഞത്. അപ്പോൾ അതിനും കൂടെ നമ്മൾ വന്നെങ്കിലും ഉണ്ടല്ലോ, ബാഗോ കാര്യമോ ബുക്കൊന്നും വാങ്ങിയിട്ടില്ല. വേറൊന്നുമല്ല, നല്ല വിലയുണ്ട്, അതുകൊണ്ട് വാങ്ങിയിട്ടില്ല. പിന്നെ സാധനമെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഈ സാധനം വാങ്ങലട്ടാ, ഡ്രീം കേക്ക്. വേറൊന്നുമല്ല, തുടക്കത്തിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഇതാകെ മൾട്ടായി പോവും, പോയി പോവും. അതുകൊണ്ട് ബില്ലാക്കുന്ന സമയത്ത് പോയിട്ട് വാങ്ങിയിട്ട് വരുത്തേ. അപ്പം നോക്കിയാട്ടെ, ബാഗും തൊപ്പി ഇറങ്ങിയതാണ്. പക്ഷേങ്കിൽ ശ്രുതി പറഞ്ഞ് വില അധികമാണെന്ന് വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് അവിടെ നിന്ന് ഒഴിവാക്കി അടുത്ത പരിപാടിയിലേക്ക്, കുട്ടികളെ കളിസ്ഥലത്തേക്ക് പോകേണ്ട പരിപാടിയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ അവിടെയുണ്ട് ഒരുപാട് ബാഗ്. നോക്കിയിട്ട് നല്ല കളർഫുള്ളാക്കിയിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിന്. എല്ലാം വിലയധികമാണ്, അതുകൊണ്ട് ശ്രുതി പറഞ്ഞ് വാങ്ങണ്ടെന്ന് പറഞ്ഞേ. പിന്നെ നമുക്ക് വേറൊരു സ്ഥലത്തുകൂടി പോകാനുള്ളത് കൊണ്ട് കളിസ്ഥലം ഇപ്രാവശ്യം ക്യാൻസലാക്കി. ഉള്ള സാധനം വാങ്ങി വണ്ടി കയറ്റി നേരെ എത്തിയ സ്ഥലം നോക്കിയാട്ടെ, ഇവിടെ ഒരു കല്യാണമുണ്ട് കേട്ടോ. എൻ്റെ സുഹൃത്ത് ശബരീൻ്റെ ഒരു കല്യാണമാണ്. കണ്ണൂരുള്ള കാഞ്ചി സിൽക്സിൻ്റെ ഓണറ മകനാണ് ശബരി. അപ്പോൾ ശബരീൻ്റെ അനിയൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിനാണ് നമ്മളിവിടെ വാസവ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്ന് ആദ്യമായിട്ട് നമ്മളിവിടെ വരുന്നുണ്ട് കണ്ണൂർ. എന്തായാലും ഇവിടെ നല്ലൊരു സെറ്റപ്പ് സ്ഥലമാണ്, കടലിൻ്റെ സൈഡാണ്, നല്ല വൈബാണ്, അടിപൊളി കേട്ടോ. എന്തായാലും പരിപാടി നല്ല ലക്ഷറി പരിപാടിയാണ്, ഗംഭീര ഫുഡ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അധികം ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അത്യാവശ്യം കുറച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ കുടൽ തെറിഞ്ഞ് മതിയാക്കി കേട്ടോ. പിന്നെ ഇത് എൻ്റെ സുഹൃത്താണ്, കണ്ണൂരുള്ള സുചീന്ദ്ര സിൽവറിൻ്റെ ഓണറാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ജ്വല്ലറിക്കാരാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. ജ്വല്ലറിക്കാർ കൂടുതലുണ്ടാവാൻ കാര്യം എന്ന് അറിയുക, ഇവരുണ്ടല്ല സിൽവറിൻ്റെ ബിസിനസ് നടത്തുന്നുണ്ട്. ശ്രീഹരി സിൽവർ ഇവരതാണ്. അപ്പം ഒരുപാട് ജ്വല്ലറിക്കാരുണ്ട്, അതുപോലെ റെഡിമെയ്ഡിൻ്റെ ആൾക്കാരും അത്യാവശ്യമുണ്ട്. ഏതായാലും നമ്മൾ ഇവിടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് നല്ല അടിപൊളി ഭക്ഷണം, ലാസ്റ്റ് ഐസ്ക്രീം തിന്നാൻ സ്ഥലമില്ല, എന്നാലും മമ്മി ഒപ്പിച്ച് കയറ്റുന്നുണ്ട്. മക്കൾ പിന്നെ ഇതുപോലത്തെ സാധനം വാങ്ങി കഴിക്കുന്നുണ്ട്. ഇവരെ സത്യം പറയാൻ നമ്മൾ റോഡ് സൈഡിൽ നിന്നൊന്നും വാങ്ങിക്കൊടുക്കലേ ഇല്ല കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒരു അളവ് കൊടുത്ത്, വേറൊന്നുമല്ല, അവർക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ഒരു വൈബിൽ അതുകൂടി കഴിച്ചോട്ടെന്ന് വെച്ച് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ചെയ്താൽ ഐസ്ക്രീം. എന്തായാലും മധുരമാണ് ദോഷം ചെയ്യുന്ന സംഭവം എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അപ്പം നമ്മൾ ഭക്ഷണ പരിപാടിയെല്ലാം കഴിഞ്ഞാട്ടാ. ഇനി ചെക്കൻ്റെ മണ്ടൻ്റെ കൂടെ എൻ്റെ ഒരു ഫോട്ടോ എടുക്കണ്ടേ. ഇപ്പോൾ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് തിരക്കൊന്നും കാര്യമായിട്ടില്ല. അതുകൊണ്ട് ഇതാ മമ്മി വെയിറ്റിങ്ങിലാണ്, മക്കളും വെയിറ്റിങ്ങിലാണ്. അതിൻ്റെ ഇത് ജാനുവിൻ്റെ ചിരി കണ്ട, ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ ഇതേതോ ചൈനീസ് സെലിബ്രിറ്റീൻ്റെ ചിരിയാന്ന് പോലുന്ന ഓള് പറഞ്ഞ കേട്ടാ. ഞാൻ ആ സെലിബ്രിറ്റീനെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഏതായാലും അതെല്ലാം പൊട്ടി ഇതാ നമ്മളതാ സ്റ്റേജ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ട് ശബരീൻ്റെ അനിയൻ. എന്തായാലും ഈ ഒരു ചുറ്റുപാടും ഈ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ അടിപൊളിയാക്കി കേട്ടാ. നല്ലൊരു ഫീലിംഗ് ആണ് ഇവിടെ. പുറത്ത് നല്ല മഴയുണ്ട്, നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി ഒരു സംഭവമായിട്ടാണ് ഈ കല്യാണം നമുക്ക് തോന്നിയത്. അപ്പോൾ ഏതായാലും സ്റ്റേജ് മേലെ നമ്മളെ കലാപരിപാടി കഴിഞ്ഞ് എന്നിട്ട് ഇതാ മക്കൾക്ക് വീണ്ടും പറയാം ഫ്രൂട്ട്സ് എല്ലാം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ടുണ്ട്. നോക്കിയാട്ടെ, ഇവിടെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് സ്റ്റൈൽ കണ്ട, വാ എന്താ അതിൻ്റെ ഒരു രസം. നമ്മൾ ഒരുപാട് പരിപാടിക്ക് പോകുമ്പോൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇത് ലാസ്റ്റ് എടുത്ത് ചാടുക ചെയ്യാം. അപ്പോൾ അതിൽ കുറച്ച് ദുഃഖമുണ്ട്. പിന്നെ കാണാൻ കണ്ണിന് കുളിർമയുള്ള ഒരു സംഭവമായിട്ട് ഇത് തോന്നുന്നതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട്. അത്യാവശ്യം വീഡിയോയും ഫോട്ടോ എല്ലാം ഇവിടുന്ന് എടുക്കുക എന്നുള്ളതാണ് ഈ കാര്യം. എന്തായാലും ഭക്ഷണം വേസ്റ്റ് ആക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ലെങ്കിലും ഈ കാണുന്ന കാഴ്ച കണ്ണിന് കുളിർമയുള്ളതാണ്, അതുകൊണ്ട് അത് കുഴപ്പമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഒരു കാര്യപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുമ്പോൾ അതിന് ഇച്ചിരി സൗന്ദര്യം വേണം. അപ്പോൾ
അപ്പോൾ കുറച്ച് വേസ്റ്റ് പുറത്ത് ചാടും. എന്തായാലും അത് വേസ്റ്റ് ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, വേറൊന്നുമല്ല. എന്താണെന്നറിയുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ മാത്രം കഴിച്ച് പോയാൽ ശരിയാവില്ല. ചുറ്റുവട്ടത്ത് കാക്ക, പൂച്ച, ഉറുമ്പ്, മറ്റ് ജീവജാലങ്ങൾ ഒരുപാടുണ്ട്. അവർക്കൊക്കെ അത് ആവുന്നുള്ളതാണ് കാര്യം. അപ്പം നമ്മൾ ചാടിക്കളയുന്ന ഭക്ഷണം ഒരിക്കലും വേസ്റ്റ് അല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ചത്തെ പരിപാടികളൊക്കെ എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. ഇതാ മമ്മിയൊക്കെ നല്ല ഹാപ്പിയാണ്, മക്കളും നല്ല ഹാപ്പിയാണ്. മമ്മിക്ക് ഭക്ഷണം അധികം കഴിച്ചുകൊണ്ടാണെന്നറിയില്ല, നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ, അത് എനിക്ക് തോന്നിയതാണോ അറിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഏതായാലും നമ്മളെ വീഡിയോ ഇത്ര സമയം കണ്ടതിന് നന്ദി. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.